നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച വളപട്ടണം മോഷണ കേസിൽ കൃത്യം നടന്ന് 12ാം ദിവസമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ 20ാം തീയതിയാണ് മോഷണം നടക്കുന്നത്. പക്ഷേ മോഷണ വിവരം പുറത്തറിഞ്ഞത് 4 ദിവസങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ തെളിവുകൾ കണ്ടെത്തുന്നത് കേസിൽ പോലീസിനൽപ്പം വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു. മോഷണം നടന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ലിജീഷ് താമസിക്കുന്നത്. ലിജീഷ് അടക്കം 215 പേരെ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കോഴിക്കോട് മുതൽ ബംഗളൂരു വരെയുള്ള CCTV ദൃശ്യങ്ങൾ, സമാനമായ രീതിയിൽ ഭവന ഭേദനം നടന്ന പഴയ 63 കേസുകൾ എന്നിവയെല്ലാം അന്വേഷണ സംഘം പരിശോധിച്ചു. ഒടുവിലാണ് റൂമിൽ നിന്ന് പ്രതി പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ ലഭ്യമായത്. പിന്നീട് ഇത് കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ അന്വേഷണം. അരി മൊത്ത വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് 1 കോടിയും 300 പവനും മോഷ്ടിച്ച കേസിലാണ് അയൽക്കാരനായ പ്രതി ലിജീഷ് പിടിയിലാകുന്നത്. ഇയാളെ കുരുക്കിയത് സ്വയം ഇയാൾ തന്നെ അവശേഷിപ്പിച്ച ഒരു തെളിവാണ്. സ്വയം ഇയാൾ തിരിച്ചുവെച്ച CCTV ക്യാമറയാണ് ഇയാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിച്ചത്. ഈ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യത്തിലൂടെയാണ് മോഷ്ടാവ് കഷണ്ടിയുള്ള ആളാണെന്ന് മനസ്സിലായതെന്നും ഡമ്മി ഉപയോഗിച്ച് ഡെമോ നടത്തിയതെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറയുന്നു. ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ പ്രതിയുടെ വിരലടയാളങ്ങളും നിർണായകമായെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ, കണ്ണൂർ റൂറൽ SP എന്നിവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. മോഷണത്തിന് എത്തിയപ്പോൾ തെളിവ് നശിപ്പിക്കാനായും ദൃശ്യങ്ങൾ പതിയാതിരിക്കാനുമാണ് ഒരു ക്യാമറ പ്രതി തിരിച്ചുവെച്ചത്. എന്നാൽ മുറിയുടെ ഉള്ളിലേക്കായിരുന്നു അബദ്ധത്തിൽ ഇത് തിരിച്ചുവെച്ചത്. മോഷണത്തിന് എത്തിയപ്പോൾ തെളിവ് നശിപ്പിക്കാനായും ദൃശ്യങ്ങൾ പതിയാതിരിക്കാനുമായിരുന്നു ഒരു ക്യാമറ ഇത്തരത്തിൽ തിരിച്ചുവെച്ചത്. മുറിയുടെ ഉള്ളിലേക്ക് തിരിച്ചുവെച്ച ഈ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് വഴിത്തിരിവായതും. കേസിൽ മോഷണം നടന്ന വീട്ടുടമസ്ഥൻ അഷ്റഫിന്റെ അയൽക്കാരനായ ലിജീഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട 250 പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. 35 ലോഡ്ജുകളിലാണ് പരിശോധന നടത്തിയത്. തെളിവുകൾ ശേഖരിച്ച ശേഷം മിനിഞ്ഞാന്ന് ചോദ്യം ചെയ്യൽ ലിജീഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി 100ഓളം CCTV ദൃശ്യങ്ങളും 115 CDRകളും പരിശോധിച്ചതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു. അഷ്റഫിന്റെ വീടും പരിസരങ്ങളും സംബന്ധിച്ച് വ്യക്തമായി അറിയാവുന്നയാളാണ് മോഷണം നടത്തിയതെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ എത്തിയിരുന്നു. തുടർന്ന് പരിസരവാസികളെ ചോദ്യം ചെയ്തു. ലിജീഷിനെ ചോദ്യം ചെയ്തതോടെ ചില സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു. ഇതിനെ തുടർന്നുള്ള അന്വേഷണമാണ് ഇയാൾ തന്നെയാണ് പ്രതിയെന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വ്യക്തതയുണ്ടാക്കിയത്. തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. ലിജീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തു. വിരലടയാളങ്ങൾ ശേഖരിച്ചപ്പോൾ കീച്ചേരിയിലെ പ്രതിയുടെ വിരലടയാളവുമായി സാമ്യം കണ്ടെത്തുകയും ചെയ്തു. തെളിവുകൾ ഒന്നൊന്നായി നിരത്തിയതോടെ ഇന്നലെ വൈകുന്നേരം 7 മണിയോടെ പ്രതി കുറ്റസമ്മതം നടത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. ഇന്നലെ രാത്രി 10 മണിയോടെ തന്നെ പ്രതിയുടെ വീട്ടിൽ നിന്ന് മോഷണ വസ്തുക്കൾ കണ്ടെടുത്തു. 1.21 കോടി രൂപയും 267 പവൻ സ്വർണവുമാണ് കണ്ടെടുത്തത്. സഞ്ചിയിലാക്കിയാണ് മോഷണ വസ്തുക്കൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. ഇതേ സഞ്ചിയിൽ തന്നെയായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. കീച്ചേരിയിലെ മോഷണ കേസിലും ലിജീഷ് പ്രതിയാണ്. മറ്റു കേസുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണ്. പണവും സ്വർണവും ഉണ്ടെന്നറിഞ്ഞു തന്നെയാണ് വീട്ടിൽ കയറിയത്. വീട്ടുകാരുമായി മോഷ്ടാവിന് വലിയ അടുപ്പമില്ല. ആദ്യ ദിവസം 40 മിനിറ്റ് കൊണ്ട് മോഷണം നടത്തി. മാസ്ക് ധരിച്ചാണ് മോഷണത്തിനെത്തിയത്. മോഷണം നടന്ന ശേഷം വീട്ടിലെത്തി മാസ്കും വസ്ത്രവും കത്തിച്ചു കളഞ്ഞു. നഷ്ടമായ സ്വർണവും പണവും അതേ അളവിൽ തിരിച്ചു കിട്ടിയോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പോലീസ് പറയുന്നു. 20ാം തീയതിയാണ് മോഷണം നടത്തിയത്. 40 മിനിറ്റുള്ള ഓപ്പറേഷനിലാണ് ലിജീഷ് മോഷണം പൂർത്തിയാക്കിയത്. CCTV ക്യാമറയെ വെട്ടിക്കാൻ ഇയാൾ പരമാവധി ശ്രമിച്ചു. ദൃശ്യത്തിൽപ്പെടാതിരിക്കാൻ ഒരു CCTV ക്യാമറ തിരിച്ചു വെച്ചപ്പോൾ അത് വീട്ടിലെ ഒരു മുറിയുടെ ദൃശ്യം
ദൃശ്യങ്ങൾ വ്യക്തമാകുന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പ്രതിയെ പിടികൂടുന്നതിൽ നിർണായകമായതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. CCTV പരിശോധനയിൽ കഷണ്ടിയുള്ളയാളാണ് മോഷണം നടത്തിയതെന്ന് വ്യക്തമാണ്. എന്നാൽ ആളുടെ മുഖം തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. ഡമ്മി ആളെ ഉപയോഗിച്ചു വെച്ച് ഡെമോ നടത്തി നോക്കി. പരിസരങ്ങളിലെ വീടുകളിലെയും കടകളിലെയും മറ്റും 100ഓളം CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. പഴയ CCTV ദൃശ്യങ്ങളും ശേഖരിച്ച് പരിശോധന നടത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രദേശത്തെ ഫോൺ കോൾ വിവരങ്ങൾ അറിയുന്നതിനായി 115 CDRകളും പരിശോധിച്ചു. അഷ്റഫിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണത്തെയും സ്വർണത്തെയും കുറിച്ച് ലിജീഷിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. മോഷണത്തിനായി ഉപയോഗിച്ച ഉളി ഇയാൾ മോഷണത്തിനിടെ വീട്ടിൽ വെച്ച് മറന്നു. ഇത് തിരിച്ചെടുക്കാൻ 21-ാം തീയതി വീടിനുള്ളിൽ വീണ്ടും കടന്നെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ലെന്നും ലിജീഷ് ചോദ്യം ചെയ്യലിൽ മൊഴി നൽകി. ഇത്തരത്തിൽ തിരിച്ചു വരുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞത്. പോലീസ് നടത്തിയ പരിശോധനയിൽ പിന്നീട് ഉളി കണ്ടെത്തിയെന്ന് കമ്മീഷണർ അറിയിച്ചു. ബാഗിലും സഞ്ചിയിലുമായാണ് പണവും സ്വർണവും എടുത്തത്. മോഷണ സമയത്ത് ധരിച്ച ടീഷർട്ടും മാസ്കും വീട്ടിലെത്തിയ ശേഷം കത്തിച്ചു കളഞ്ഞുവെന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. അതിനാൽ ഇത് കണ്ടെടുക്കാനായിട്ടില്ല. കീച്ചേരിയിലെ കേസും വളപട്ടണത്തെ കേസും തമ്മിൽ സാമ്യമുണ്ടായിരുന്നു. വിരലടയാള പരിശോധനയിലാണ് രണ്ടും നടത്തിയത് ലിജീഷാണെന്ന് വ്യക്തമായത്. മോഷണശേഷം പ്രതി വീട്ടിലേക്കാണ് പോയത്. അഷ്റഫിന്റെ വീടിന് പിന്നിലാണ് ലിജീഷിന്റെ വീട്. ഡോഗ് സ്ക്വാഡ് റെയിൽവേ ട്രാക്കിലൂടെ പോയി ലിജീഷിന്റെ വീടിന് സമീപം എത്തിയിരുന്നു. മോഷണം നടന്ന സമയത്തോ മറ്റോ പ്രതി റെയിൽവേ ട്രാക്ക് വഴി പോയിരിക്കാമെന്നും പോലീസ് പറയുന്നു. പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത 1.21 കോടിയുടെ നോട്ടുകെട്ടുകളും 267 പവന്റെ സ്വർണ്ണാഭരണങ്ങളും ചുവന്ന വലിയ സൂട്ട് കേസിലാണ് പോലീസ് കൊണ്ടുവന്നത്. പ്രതിയെയും മോഷണ മുതലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലീസ് പ്രദർശിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ അന്വേഷണം നടക്കുന്നതായി കമ്മീഷണർ അറിയിക്കുകയും ചെയ്തു. ഇന്ന് തന്നെ പ്രതിയെ റിമാൻഡ് ചെയ്യും. കുറച്ചു ദിവസം കഴിഞ്ഞ് കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുമെന്നും ഇയാൾ മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. നന്ദി.